ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ധാര ഇറങ്ങി പോകുന്നത് കണ്ടോ? തെച്ചിക്കുട്ടല വേറെ എങ്ങോട്ടുമല്ല, വീടിൻ്റെ പണി നടക്കുന്ന സ്ഥലത്തേക്കാണ് തെച്ചിക്കുട്ടൻ പോകുന്നത്. അപ്പം ഇന്ന് നമുക്കവിടെ വേറൊരു ചേട്ടനും കൂടെ പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ പേര് പറയുന്നില്ല. മാമനുണ്ട്, അച്ഛനുണ്ട്, പിന്നെ ആ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് അവർ മൂന്നും കൂടെ ഉത്സാഹിച്ച് നല്ല രീതിയിൽ പണി തീർന്നിട്ടുണ്ട്. ഏകദേശം മണ്ണ് മാറ്റുന്ന ആ ഒരു പ്രക്രിയ ഇന്നുകൊണ്ട് അവസാനിച്ചു. പിന്നെ അവർ മണ്ണെല്ലാം വലിച്ച് നീക്കിയിട്ടു. നല്ല രീതിയിൽ മാമൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അത്രയും ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് അച്ഛനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നീക്കാൻ പറ്റി. പിന്നെ ഒരു വീട് പണിതെടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. നല്ല രീതിയിലുള്ള കഷ്ടപ്പാട് അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇപ്പം ഞങ്ങളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. കാരണം നമുക്കൊരാളെ പണിക്ക് നിർത്തണേ അതിൻ്റേതായിട്ടുള്ള സാമ്പത്തികം വേണം. പിന്നെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കാനുള്ളൊരു വഴി വേണം. ഇതിൻ്റെ എല്ലാം ഓട്ടം, ടെൻഷൻ, പിന്നെ അതിൻ്റെ കൂടെ ഇത് പെട്ടെന്നാക്കി എടുക്കണം എന്നുള്ളൊരു സന്തോഷം, അതൊക്കെ കൊണ്ടുള്ള ഓട്ടങ്ങളാണ്. അതിനുള്ള കട്ടയ്ക്ക് മാമൻ സപ്പോർട്ടായിട്ടുണ്ട്. പിന്നെ തെച്ചിക്കുട്ടൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തരുന്നതാണ് കേട്ടോ കാണുന്നത്. പിന്നെ നമ്മൾ 4 മണിയായപ്പോൾ കാപ്പി എടുക്കാൻ പോയി. കാപ്പിയിലൂടെ ചെറിയൊരു കടിയൊക്കെ വാങ്ങിച്ച് അതുമായിട്ട് ഒന്നൊരു ഏകദേശം പണി തീർന്നു. ഇനി വഴിയൊന്ന് തെളിച്ചാൽ മാത്രം മതി. അപ്പം നാളത്തോടു കൂടി നമുക്ക് തറ കെട്ടി തുടങ്ങും. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒരു കൂട്ടായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുമല്ലേ? അതിൻ്റെ ഒരു ഉദാഹരണമാണ് കേട്ടോ ഇത്. നമുക്ക് വലിയ സാമ്പത്തികം ഉണ്ടായിട്ടൊന്നുമല്ല, ഒരു കൂട്ടായ്മയുടെ പുറത്താണ് ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയത്. അപ്പം അതിനൊരു ഉദാഹരണമാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ എത്രയായിട്ട് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ടാറ്റാ, ബൈ ബൈ.